സഹസ്രമുഖൻ എന്ന അസുരന് ചഞ്ചലാക്ഷി എന്ന വിദ്യാധര കന്യകയിൽ ജനിച്ച പുത്രനാണ് വജ്രബാഹു. പിതാവിനെ പോലെ തന്നെ ക്രൂരനും ബലവാനുമായിരുന്നു വജ്രബാഹു. ത്രിലോകങ്ങളും പിടിച്ചടക്കി സ്വർലോകത്തിന്റെ അധിപനായി വാഴുക എന്നതായിരുന്നു വജ്രബാഹുവിന്റെ ആഗ്രഹം. ബാല്യം പിന്നിട്ട വജ്രബാഹു പിതാവിനോട് ഉപദേശം ആരാഞ്ഞു. രാജൻ, ഇന്ദ്രന് പോലും അജയനായി തീരാനാണ് എൻ്റെ മോഹം. പറഞ്ഞാലും അതിനായി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മകനെ, നിന്റേത് രാക്ഷസീയമായ മോഹം തന്നെയാണ്. നിന്നിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ആശ്രിത വത്സനായ ശിവശങ്കരനെ നീ തപസ്സനുഷ്ഠിക്കുക. അദ്ദേഹത്തിന്റെ അനുഗ്രഹമുള്ള പക്ഷം നിനക്ക് അസാധ്യമായി ഭവിക്കുന്നത് എന്താണ്? അങ്ങനെ പിതാവിന്റെ ആജ്ഞപ്രകാരം വജ്രബാഹു ശിവതപസ്സിൽ ഒഴുകി. ഭഗവാൻ അസുരന് മുന്നിൽ പ്രത്യക്ഷനായി എന്തു വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. വജ്രബാഹു അർത്ഥിച്ചു, ദേവ, അവിടുന്ന് അനുഗ്രഹിച്ചാലും, പ്രഭു, അസ്ത്രങ്ങളിൽ ശ്രേഷ്ഠമായ പാശുപതാസ്ത്രം അവിടുന്ന് എനിക്ക് നൽകിയാലും, ആർക്കും അവേദ്യമായ കവചത്താൽ എന്നെ സംരക്ഷിച്ചാലും. വജ്രബാഹുവിന്റെ ആ ആഗ്രഹങ്ങളും പരമേശ്വരൻ അംഗീകരിച്ചു. പാശുപതാസ്ത്രം ലഭിച്ച വജ്രബാഹുവിനെ ലോകത്തിലെ ഏറ്റവും ശക്തിമാൻ താനെന്ന ബോധം അങ്കുരിച്ചു. അവന്റെ ഗർവ ആകാശത്തോളം ഉയർന്നു. അതിദിവ്യങ്ങളായ വരങ്ങളുമായി മടങ്ങി വന്ന പുത്രനെ കണ്ട് സഹസ്രമുഖൻ സന്തോഷത്താൽ മതിമറന്നു. പിതാവേ, ഉടൻ സൈനിക സന്നാഹം നടത്തിയാലും സർവ്വദേവകളെയും പാദം നമിക്കുന്ന ഇന്ദ്രന് ഇന്ന് താങ്കളുടെ പരിചാരനാകുന്നത് കാണാം, വജ്രബാഹു പ്രഖ്യാപിച്ചു. സഹസ്രബാഹുവും വജ്രബാഹുവും സ്വർഗത്തിലേക്ക് യാത്ര ചെയ്തു. പാശുപതാസ്ത്രവുമായി യുദ്ധഭൂമിയിലെത്തിയ അസുരനെ ജയിക്കുവാൻ ആരാലും കഴിഞ്ഞില്ല. ഒടുവിൽ യുദ്ധത്തിൽ ദേവകൾ സമ്പൂർണമായി പരാജയപ്പെട്ടു. വജ്രബാഹു ആകട്ടെ യുദ്ധഭൂമിയിൽ നിന്നും പിന്തിരിഞ്ഞോടിയ ദേവേന്ദ്രനെ പിന്തുടർന്ന് പിടികൂടി കെട്ടിയിട്ടു. ദേവകൾ ഒന്നടങ്കം ദുഃഖിക്കുകയും അപമാനിതരായി ഭവിക്കുകയും ചെയ്തു. കേവലം ഒരു രാക്ഷസന്റെ അടിമയായി ദേവാധിപൻ കഴിയുക. ഇന്ദ്രന്റെ കണ്ണുകൾ അപമാനഭാരത്താൽ നിറഞ്ഞൊഴുകി. പക്ഷേ ആർക്കാണ് അസുരനെ പരാജിതനാക്കുവാൻ സാധിക്കുക? ദേവകൾ ഒന്നടങ്കം പരമേശ്വര സന്നിധിയിലേക്ക് യാത്രയായി. അവർ തങ്ങളുടെ ദുഃഖം ഭഗവാനെ അറിയിച്ചു. ദേവ, അവിടുത്തെ പരത്താൽ അഹങ്കാരിയായ വജ്രബാഹു ദേവേന്ദ്രനെ ബന്ധിച്ചിരിക്കുന്നു. ദേവലോകത്ത് ഇതിനേക്കാൾ വലുതായി എന്ത് അപമാനമാണ് വരുവാനുള്ളത്? പരമേശ്വര, വജ്രബാഹുവിനെ ശക്തനാക്കി അങ്ങ് തന്നെ അവനെ അശക്തനാക്കുന്നതിനുള്ള മാർഗം പറഞ്ഞു തന്നാലും. ദേവകളെ, നിങ്ങളാൽ വജ്രബാഹുവധം സാധ്യമല്ല. എന്റെ വരങ്ങൾ നേടിയ അവൻ ഒരർത്ഥത്തിൽ അവധ്യനാണ്. എന്നാൽ എല്ലാ കാലവും ഒരുവന് മാത്രം ഉയർച്ച നൽകുവാൻ നീതിക്ക് സാധ്യമല്ല. അതിനാൽ നിങ്ങൾ സമാധാനമായി മടങ്ങുക. ഇന്ദ്രദേവന്റെ മോചനം ഉടൻ അസാധ്യമാകുന്നതാണ്. പരമശിവൻ ദേവകളെ സമാധാനിപ്പിച്ചയച്ചു. അതിനുശേഷം ശിവശങ്കരൻ പുത്രനായ സുബ്രഹ്മണ്യനെ വിളിച്ച് ഇപ്രകാരം ആജ്ഞ നൽകി. മകനെ, വജ്രബാഹുവിനെ വധിക്കുവാൻ ഞാൻ നിന്നെ നിയോഗിക്കുന്നു. നീ ആസുരനെ വധിച്ച് ഇന്ദ്രന്റെ അടിമത്തം അവസാനിപ്പിക്കും. തന്റെ പാദങ്ങൾ തൊട്ടുവണങ്ങി യുദ്ധത്തിനായി പുറപ്പെട്ട സുബ്രഹ്മണ്യനെ അനുഗ്രഹിച്ചുകൊണ്ട് പരമശിവൻ അതിവിശിഷ്ടമായ ബ്രഹ്മാസ്ത്രം ഉപദേശിച്ചു കൊടുത്തു. ബ്രഹ്മാസ്ത്രം സ്വീകരിച്ച സുബ്രഹ്മണ്യൻ വജ്രബാഹുവുമായി ഏറ്റുമുട്ടി. പരാജയത്തിന്റെ കൈപ്പറഞ്ഞു തുടങ്ങിയ വജ്രബാഹു സുബ്രഹ്മണ്യന് നേരെ പാശുപതം പ്രയോഗിച്ചു. അതേസമയം ശങ്കരൻ ഉപദേശിച്ച ബ്രഹ്മാസ്ത്രം സുബ്രഹ്മണ്യൻ പാശുപതത്തിനെതിരെ അയച്ചു. ഏറ്റുമുട്ടിയ അസ്ത്രങ്ങൾ അഗ്നികുണ്ഡം പോലെ എരിഞ്ഞ് ഭസ്മമായി നിലംപതിച്ചു. വജ്രബാഹു ഭയന്നുപോയി. ആരാലും അത് ലംഘിക്കാനാവില്ലെന്ന് വിശ്വസിച്ചിരുന്ന പാശുപതാസ്ത്രം ഒരു പിടി ചാരവുമായി മാറിയിരിക്കുന്നു. വജ്രബാഹു ദുർബല ഹൃദയനായി മാറി. ആ ക്ഷണം തന്നെ അതിതീക്ഷ്ണമായ സുബ്രഹ്മണ്യന്റെ വേൽ രാക്ഷസന്റെ നെറ്റിത്തടത്തെ തുളച്ചു കടന്നുപോയി. അതോടെ ഒരു വൻമല പോലെ അസുരൻ നിലത്ത് വീണ് പിടഞ്ഞു മരിച്ചു. വജ്രബാഹുവിന്റെ പതനത്തോടെ രാക്ഷസ സേന ചിതറിയോടി. സുബ്രഹ്മണ്യൻ അസുരന്റെ കൊട്ടാരത്തിൽ കടന്നവനെ ബന്ധിതനായിരുന്ന ഇന്ദ്രനെ മോചിപ്പിക്കുകയും ചെയ്തു. അടുത്ത് വിക്രമാദിത്യന്റെ കഥയാണ്. തുടരും.